സൂര്യൻ നെല്ലിക്കുരിയ ഈ പൊങ്കാലം നിങ്ങൾ കണ്ടോ? ഇന്ന് രാവിലെ ഏഷ്യനെറ്റിന് കൊടുത്ത ആ അഭിമുഖത്തിൽ യഥാർത്ഥത്തിൽ വിനു വി ജോണും വി ഡി സതീശന്റെ PR മാനേജരും ആസൂത്രണം ചെയ്ത ആ PJ കുര്യനെ ലക്ഷ്യമാക്കിയിട്ട ഇരയിൽ കൊത്തി PJ കുര്യൻ ഇന്ന് രാവിലെ പറയുകയുണ്ടായി, രാഹുലിനെ പാലക്കാട്ട് മത്സരിപ്പിക്കുവാൻ പാടില്ല, അവിടെ വേറെ മിടുക്കരായ ആളുകളുണ്ട്, അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല എന്നൊക്കെ തരത്തിൽ ഇദ്ദേഹം പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് PJ കുര്യ ആ പഴയ കാര്യങ്ങൾ, അതായത് 55 വയസ്സുണ്ടായിരുന്നപ്പോൾ, അതായത് 30 വർഷങ്ങൾക്ക് മുമ്പ് ആ 16 വയസ്സുകാരിയുടെ ആ 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിക്കാൻ നോക്കിയ സൂര്യനെല്ലി കേസിലെ പ്രതിയായിരുന്ന ആ PJ കുര്യ, നിങ്ങൾ പഴയ കാര്യങ്ങൾ മറന്നോ എന്ന് ജനങ്ങൾ, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ PJ കുര്യനോട് ഈ വാർത്ത ആസൂത്രണം ചെയ്തിട്ട് ഏഷ്യനെറ്റിന്റെയും അതുപോലെ സകല മാധ്യമങ്ങളുടെയും ആ വാർത്തയുടെ അടിയിലുള്ള ആയിരക്കണക്കിന് പ്രതികരണങ്ങൾ കാണുക. ഇതിൽ നിന്നും ലോകമെമ്പാടുമുള്ള ആ മലയാളികളുടെ ഒരു മാനസികാവസ്ഥ എന്താണ്, ഈ രാഹുൽ വിഷയത്തിൽ അവരുടെ ഒരു നിലപാട് എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏഷ്യനെറ്റും മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാരും ഈ വി ഡി സതീശന് വേണ്ടി PR പണി ചെയ്യുന്നവന്മാരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്: ജനങ്ങളുടെ നിലപാട്, റെസ്പോൺസ്. ആ വാർത്തകളുടെ അടിയിൽ കൊണ്ട് കമന്റ് ഇട്ടവരാരും ITV ന്യൂസിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണേൽ പറയാം, തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഈ നിലപാടിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ എഴുതിയിടുന്ന കമന്റുകളാണെന്ന്. പക്ഷേ ഏഷ്യനെറ്റിൽ ഈ വാർത്ത പടച്ചുവിട്ട ആ ഏഷ്യനെറ്റിന്റെ ആ ഫേസ്ബുക്ക് പേജിൽ വന്ന ആ പോസ്റ്റിന്റെ താഴെയും അതുപോലെ ആ വാർത്തയുടെ താഴെയും ആ ലൈവിന്റെ താഴെയും ഒക്കെ വന്ന ഇതുമായി ബന്ധപ്പെട്ട എവിടൊക്കെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം താഴെയുള്ള ആ കമന്റുകൾ വായിച്ചാൽ കൃത്യമായും നിങ്ങൾക്ക് മനസ്സിലാവും രാഹുൽ വിഷയത്തിൽ ജനങ്ങളുടെ ഒരു നിലപാട് എന്താണ്, രാഹുലിനെ കുറിച്ച് പറഞ്ഞ ഈ PJ കുര്യന് ജനങ്ങൾ കൊടുക്കുന്ന വില എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 10,000 ജനങ്ങളുടെ കമന്റുകളാണ് ഈ വാർത്തകളുടെ അടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കാദ്യം ഇപ്രകാരം ജനങ്ങളുടെ പൊങ്കാല തുടങ്ങിയപ്പോൾ ജനങ്ങൾ PJ കുര്യന്റെ ആ പഴയ ചരിത്രങ്ങൾ എടുത്തിട്ട് അലക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ നേഴ്സ് കുര്യൻ എന്നായിരുന്നു അറിയപ്പെടുന്നത് എന്നാണ് നൂറുകണക്കിന് ആളുകൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്. ഇദ്ദേഹം ഡൽഹിയിലായിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ഓരോ ആവശ്യങ്ങളുമായി സമീപിക്കുന്ന നഴ്സുമാരുടെ ഇയാൾ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ നാളെ നിങ്ങൾക്ക് ITV ന്യൂസിലൂടെ കേൾക്കാം. ഈ നേഴ്സ് കുര്യനാണ് രാഹുലിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ മത്സരിപ്പിക്കുവാൻ പാടില്ല എന്നും പറഞ്ഞ് ഇന്ന് ഈ വി ഡി സതീശന് വേണ്ടി ഇന്ന് ഈ PR ഏജൻസികളുടെ ഈ വിനു വി ജോൺ ഒരുക്കിയ ആ കെണിയിൽ വീണ് ഇപ്രകാരം ഒരു അഭിപ്രായം പറഞ്ഞത്. അവസാനം പൊള്ളി തുടങ്ങിയപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ആണ്ട് മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ആ വാർത്താ തൊഴിലാളിയെ കണ്ടു. ആ വാർത്താ തൊഴിലാളിയും PJ കുര്യന്റെ വായിൽ ആ മൈക്ക് വെച്ചു കൊടുത്തു. അടുത്ത വിവാദത്തിനുള്ള അവസരം ഉണ്ടാക്കിയപ്പോഴും PJ കുര്യന് ആ ചൂട് കിട്ടി. PJ കുര്യന് ജനങ്ങൾ നൽകുന്ന വില എന്താണ് എന്ന് മനസ്സിലാക്കിയ ആ സൂര്യനെല്ലിക്കുര്യൻ ആ മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാർക്ക് കൊടുത്ത ആ ഫീഡ്ബാക്ക് ഒന്ന് കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കേണ്ട എന്ന് ഞാൻ സത്യത്തിൽ അങ്ങനൊരു എൻ്റെ ഭാഗത്ത് തോന്നില്ല. പക്ഷേ അങ്ങനെ തോന്നിക്കുന്ന തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ്. എൻ്റെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണോ വേണ്ട എന്നുള്ള കാര്യം പാർട്ടി തീരുമാനിക്കണം. ഇതിനെക്കുറിച്ച് പറയുന്നത് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പറയേണ്ട അഭിപ്രായം പറയേണ്ടത് ഞാനല്ല. മനസ്സിലായില്ല. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കരുത് എന്നൊരഭിപ്രായം എനിക്കില്ല. പക്ഷേ മത്സരിക്കണോ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുക, അവിടെ പാർട്ടി തിരിച്ചെടുത്താൽ മത്സരിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പാർട്ടി ആ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നോ അതിൻ്റെ കൂടെ അതിനോട് ഞാൻ യോജിക്കും. മത്സരിക്കരുത് എന്ന് ഞാൻ എന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് പറഞ്ഞില്ല എൻ്റെ ഇതാണ്. ഇനി അഥവാ ആ അർത്ഥം വരുന്ന വാചകം വന്നെങ്കിൽ ദാറ്റ് ഈസ് എ സ്ലിപ്പ് ഓഫ് ദ ടങ്. എൻ്റെ അഭിപ്രായം അത് പാർട്ടി തീരുമാനിക്കട്ടെ, പാർട്ടി തീരുമാനത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുമെന്നുള്ളതാണ്. സൂര്യനെല്ലിക്കുര്യൻ കടന്ന് മെഴുകുന്നത് കണ്ടോ? എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നുമല്ല, അതൊരു ടങ് സ്ലിപ്പാണ് എന്നൊക്കെയാണ് ഇയാൾ കടന്ന് മെഴുകി പറയാൻ ശ്രമിക്കുന്നത്. ഇപ്രകാരം ഉറപ്പില്ലാത്ത സൂര്യനെല്ലിക്കുര്യ, താങ്കൾ എന്തിനാണ് ഇപ്രകാരം ഒരു അഭിപ്രായം പറയുവാൻ വേണ്ടി ഇറങ്ങിയത്? എന്തിനാണ് ഈ വിനു വി ജോണിന്റെയും ഈ വി ഡി സതീശന്റെയും PR ടീമിന്റെ കെണിയിൽ വീണത്?
ഒന്നെങ്കിൽ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം, അല്ലെങ്കിൽ മിണ്ടരുത്, അല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് മെഴുകേണ്ടി വരും, ജനങ്ങളുടെ മുന്നിൽ നാണം കെടേണ്ടിയും വരും. 55 വയസ്സിൽ ഓർക്കുക, ഭാര്യയും മക്കളും മക്കളുടെ മക്കളുമായപ്പോഴാണ് 9 ക്ലാസ്സിൽ പഠിക്കുന്ന 16-കാരിയുടെ പാവാട പൊക്കുവാനായിട്ട് പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ രാഹുൽ, ഒരു അവിവാഹിതനായ ചെറുപ്പക്കാരൻ, പരസ്പര സമ്മതത്തോടെ ഇപ്രകാരം ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു. ആ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. അയാളെ കുറ്റം വിധിച്ചിട്ടില്ലാരും. താങ്കൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഈ ചെറിയ വിഷയത്തിൽ രാഹുലിന് രക്ഷപ്പെടാൻ പാടില്ലേ എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കേണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇപ്രകാരം ഒരു മറുപടി പറയുവാൻ ഞാൻ യോഗ്യതനാണോ എന്ന് നെഞ്ചിൽ കൈവച്ചിട്ടൊന്ന് ആലോചിച്ചിട്ട് വേണ്ടായിരുന്നോ ഇപ്രകാരമുള്ള വായ്ത്താളം വിടാൻ എന്ന് സൂര്യനെല്ലി കുര്യൻ ഓർക്കണമായിരുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളുടെ അടിയിലും വാർത്തകളുടെ അടിയിലും പ്രതികരണം ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്, ഞാനൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ഈ ലൈവിനിടയ്ക്ക് ഒന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും അതുപോലെ ഈ പോസ്റ്റ് ഇട്ട ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആ ഫേസ്ബുക്കിന്റെ അടിയിൽ വന്ന കമന്റുകളാണ് വായിക്കാൻ പോകുന്നത്. അവരാരും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഇവരെല്ലാം എടുത്ത് റിമൂവ് ചെയ്ത് കളയുമായിരുന്നു. വിനു വി ജോണേ, ഈ വി ഡി സതീശന്റെ PR പണം കൈപ്പറ്റുന്ന ഏജൻസികളുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഏഷ്യാനെറ്റ്, ജനങ്ങൾ ഒരു വിശ്വാസ്യതയുള്ള ചാനൽ എന്ന് കരുതിയിരുന്ന ആ ഏഷ്യാനെറ്റിനെ വ്യഭിചരിച്ച് അതിനെ ഇതുപോലെ തരംതാണ അവസ്ഥയിലേക്കാക്കി PR പണി ചെയ്യുന്ന നിങ്ങൾ കൊടുത്ത, നിങ്ങളിട്ട ആ പോസ്റ്റിന്റെ താഴെയുള്ള, നിങ്ങൾ നൽകിയ ആ വാർത്തയുടെ താഴെയുള്ള കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ജീവശവമായിരുന്ന വിനു വി ജോൺ ഈ വി ഡി സതീശനെ ഇന്റർവ്യൂ ചെയ്യുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അത് അയാളുടെ ഗതികേടാണോ, അതെന്തിനു വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയായിരുന്നോ, അതോ മുതലാളി ഓടിച്ചു വിട്ടതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ആ ഗതികെട്ട ആ വിനു, ദയവ് ഇത് നിങ്ങളുടെ തന്നെ വാർത്തയുടെ താഴെയുള്ള ആ കമന്റുകൾ നിങ്ങളൊന്ന് വായിക്കുക. സ്വന്തം ചാനലിൽ അല്ലെങ്കിൽ അതിൽ ചെയ്ത വാർത്തയുടെ കമന്റുകൾ പോലും വായിക്കുവാൻ നേരമില്ലാത്ത വിനു വി ജോണിന് വേണ്ടിയും ഈ വി ഡി സതീശന്റെ PR പണി ചെയ്യുന്നവന്മാർക്ക് വേണ്ടിയും അതുപോലെ ഈ കെണിയിൽ പെട്ടുപോയ പഴയ സൂര്യനെല്ലി കുര്യന്റെയും ഓർമ്മയ്ക്കായി ഞങ്ങൾ അതിലെ ചില പ്രധാനപ്പെട്ട കമന്റുകൾ മാത്രം ഒന്ന് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് സശ്രദ്ധം ഈ കമന്റുകൾ മൊത്തം ഇരുന്ന് വായിക്കുക. ഇത് വായിക്കാൻ പോയാൽ എനിക്ക് ദിവസങ്ങൾ എടുക്കും. അതുകൊണ്ട് ആ പ്രസക്തമായ പെട്ടെന്നൊന്ന് ആ കമന്റുകളൊന്ന് ഓടിച്ചു വായിച്ച ശേഷം മടങ്ങി വരാം. കുര്യന് നല്ല യോഗ്യതയാണല്ലോ. ചരിത്രം ചികഞ്ഞു പോയാൽ അറിയാം. കുര്യൻ പഴയത് മറന്നോ? സൂര്യനെല്ലി കുര്യൻ, PJ കുര്യന് എന്ത് യോഗ്യതയാണ് ഇങ്ങനെ പറയാനുള്ളത്? കോഴി പിന്നെയും ഇറങ്ങിയോ? രാഹുൽ നല്ലൊരു നേതാവ്. വൈ? എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല. രാഹുലിന് ഒരു ചാൻസ് കൂടെ കൊടുക്കൂ. ഇത് കുര്യന്റെ ആഗ്രഹം മാത്രം. സ്വതന്ത്രനായി മത്സരിച്ചാലും രാഹുൽ ജയിക്കും, സത്യം ജയിക്കും. രാഹുലിനെ പാലക്കാട് BJPക്ക് ഭയമാണ്. രാഹുൽ നിന്നാൽ തോൽക്കുമെന്ന് BJP CPM-നും അറിയാം. അത് രാഹുലാണ്. പറയാനുള്ളത് പറയും. ബഹുമാനപ്പെട്ട പിണറായിക്കെതിരെ ഇതുവരെ പറയപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ചത് രാഹുലിന്റെ ഇടവ് വിജയ പ്രയോഗമാണ്. പാർട്ടി സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലല്ലോ സാർ, പിന്നെ എന്തിനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്? Then if Rahul proves his innocence, then he can be given a second chance. സൂര്യനെല്ലി, രാഹുൽ ഞങ്ങളുടെ മുത്താണ്. അതെ, കുര്യനെ പോലെയുള്ള യുവാക്കൾക്ക് അവസരം നൽകണം. കുര്യച്ചനെ പോലെ പെണ്ണുകേസിലൊന്നും പെടാതെ മാന്യമായി ജീവിക്കുവാൻ കോൺഗ്രസിലെ യുവാക്കൾ ശ്രദ്ധിക്കണം. പോണപോക്കിൽ കോൺഗ്രസിന്റെ അന്ത്യം കണ്ടേ പോകൂ ചില കടൽ കിഴവന്മാർ. അങ്ങനെയാണ് ആരെയും വളരാൻ അനുവദിക്കുകയുമില്ല. എനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന മനോഭാവം. രാഹുലിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് UDF മത്സരിക്കുന്ന എല്ലാ സീറ്റിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ 10 കൊല്ലമായി ഇനിയും തുടരണം എന്ന് ആഗ്രഹമുള്ളവരാണ് ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത്. അല്ലാതെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, ഭരണം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് രാഹുൽ മത്സരിക്കണം എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി ജയിച്ചിരിക്കും. എടോ പല്ല് കൊഴിഞ്ഞ നാണം കെട്ടവനെ, താൻ വലിയ പീഡനക്കാരൻ ആയിരുന്നല്ലോ, തനിക്കൊക്കെ ഇത് പറയുവാൻ എന്താണ് യോഗ്യത? ഇനിയും മത്സരിക്കാൻ സീറ്റ് കിട്ടിയാല, അതുകൊണ്ട് രാഹുലിനെ മത്സരിപ്പിക്കരുതെന്നും പറഞ്ഞ് നടക്കുക. നാണം കെട്ട കുരിയ, ഇതിലും ഭേദം പോയി ചത്തൂടെ? സ്വന്തം പേരിൽ വലിയ പീഡനം തെളിയിച്ചവനാണ് രാഹുലിനെതിരെ വന്നിരുന്ന് കുരയ്ക്കുന്നത്. നീയല്ല തീരുമാനിക്കുന്നത് രാഹുൽ മത്സരിക്കണോ വേണ്ടയോ എന്ന്. ഞങ്ങൾ ജനങ്ങളാടാ തീരുമാനിക്കുന്നത്. നീ നിന്റെ പണി നോക്കിപ്പോടാ കുരിയ. അടുത്ത ഇലക്ഷന് മുമ്പ് അവൻ കഴപ്പുമായി ഇറങ്ങിയേക്കുന്നു. യാതൊരു അച്ചടക്കവും പാലിക്കാതെ വായിൽ തോന്നി വിളിച്ചു പറയുന്ന കുര്യനെ നിയന്ത്രിക്കണം. സുരനെല്ലി കേസ് മറന്നുപോയി കാണും. നാണം കെട്ടവൻ. കുര്യൻ സാറിന് ഒരു പ്രൊഫസറുടെ നിലവാരമില്ല.
സ്പീക്കറും എം പിയുമായി പെൻഷൻ വാങ്ങുന്ന ആളാ. കുഴിക്കാലം എത്താറായാലും പിള്ളേർക്ക് അവസരം കൊടുക്കില്ല. പാപമില്ലാത്തവർ വേണം കല്ലെറിയുവാൻ. നീയൊക്കെ എന്ന് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോകുന്നു, അന്നേ ഈ പ്രസ്ഥാനം നന്നാവുള്ളൂ. കേട്ടോടാ പുല്ലുകളെ. അതിന് കോൺഗ്രസ് എന്ന് പറയുന്നത് ആരുടെയും കുടുംബസ്വത്തല്ലല്ലോ. അയാൾ കോൺഗ്രസിൽ വിശ്വസിക്കുകയും സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്യട്ടെ. അതാർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല. പാലക്കാട് ഒന്നും നിൽക്കണമെന്ന് ചെറിയ മോഹമുണ്ടല്ലയോ? ഒരു പണിയുമില്ലാത്ത കുറേ പരട്ടക്കളവന്മാരുണ്ട് കോൺഗ്രസിൽ, അധികാരമോഹികൾ. താൻ പോടൂ, താനും ഈ വഴിയിൽ കൂടി കടന്നു പോയതല്ലേ, വീണ്ടും തനിക്ക് മത്സരിക്കുവാൻ അവസരം തന്നില്ലേ എന്ന് രണ്ട് കാല് ഇല്ലാത്തവൻ ഒരു കാലിൽ മന്തുള്ളവനോട്. ഇങ്ങനെ കുറേ കിളവന്മാർ കിടപ്പുണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കുവാൻ. പാലക്കാട് ജയിക്കാൻ 100% യോഗ്യൻ രാഹുൽ മാങ്കൂട്ടം തന്നെ. ഇത് പറയാൻ താൻ മാന്യനാണോ സൂര്യനെല്ലി കുര്യ? പത്തനംതിട്ടയിലെ കോൺഗ്രസിനെ കുഴിച്ചുമൂടിയത് ഈ നേഴ്സ് കുര്യനാണ്. ഇപ്പോൾ പുറമറ്റം പഞ്ചായത്തിൽ ഗ്രൂപ്പ് കളിച്ച് നല്ല പ്രവർത്തകരെ ഇല്ലാതാക്കി. മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്ന കോൺഗ്രസ് കളവന്മാരെ നോക്കിയാൽ അവരെല്ലാം കുപ്രസിദ്ധ സ്ത്രീലമ്പടന്മാരാണെന്ന് കാണാം. പാർട്ടിയിലെ മാന്യന്മാർ മിണ്ടാതിരിക്കുന്നു. ഈ മുതുകളവനെ മ്യൂസിയത്തിൽ കൊണ്ടുപോയി ഇരുത്തണം. നാടിനും നാട്ടാർക്കും ഒരു ഗുണവും ചെയ്യാത്തവൻ. ഇദ്ദേഹത്തിൻ്റെ ആയകാലത്ത് എത്ര പീഡനം നടന്നിട്ടുണ്ട്. ഏതായാലും ഒന്നിനെപ്പോലും പിടിപ്പിക്കാതെ നടന്നിട്ടില്ല. പ്രായം ചെന്നപ്പോൾ പുണ്യവന്മാരായി എല്ലാവന്മാരും. ഒരു സ്ത്രീയുടെയും മുഖത്ത് നോക്കാത്ത പുണ്യാളന്മാർ. കുര്യാച്ച, രാഹുലിൻ്റെ കാര്യം തീരുമാനിക്കാൻ നീ ആരാണ്? നിന്നെപ്പോലുള്ളവന്മാരാണ് കോൺഗ്രസിൻ്റെ അപമാനം. പാർട്ടിയിൽ നിന്ന് നേടാവുന്നതെല്ലാം നേടിയില്ലേ? ഇനി ചെറുമക്കളെയും കളിപ്പിച്ച് വീട്ടിലിരിക്കുക. കോൺഗ്രസിൻ്റെ കാര്യം തീരുമാനിക്കുവാൻ ഇവിടെ ആണുങ്ങളുണ്ട്. സൂര്യനെല്ലി മറന്നില്ലല്ലോടു, ഒന്ന് പോടേ. സാറ് വന്നോ? ഇലക്ഷൻ ആയപ്പോൾ ഓരോ ഉടായ്പുമായി വരും. ദ വെരി യങ് ഗ്രാൻഡ് ഫാദർ ഗീവ് തിരുവല്ല സീറ്റ്. പത്രക്കാരോട് പറഞ്ഞില്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു മനസ്സുഖം കിട്ടില്ല. പരട്ടക്കളവന്മാർ ഇനിയുമുണ്ട് ഇതുപോലെ പറയുന്നവർ. നല്ലപോലെ തൻ്റെ ഇടത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന രാഹുലിന് സീറ്റ് കൊടുക്കണം. അത് വിജയത്തിൻ്റെ തിളക്കം കൂട്ടും. ഇറ്റ്സ് ഓക്കെ ഫോർ കുര്യൻ, നോട്ട് ഫോർ മാങ്കൂട്ടം. സൂര്യനെല്ലി ജനങ്ങൾ മറന്നു എന്നാണോ താൻ കരുതുന്നത്? ഇല്ലല്ലോ. എന്തായാലും തന്നെക്കാൾ 10 മടങ്ങ് ഭേദമാ അയാൾ. സൂര്യനെല്ലിയിലെ അത്ര പാതകമൊന്നും രാഹുൽ ചെയ്തിട്ടില്ലെന്ന് മലയാളികൾക്ക് ഭൂരിപക്ഷം പേർക്കും മനസ്സിലായി. ഇനിയെങ്കിലും താങ്കളെപ്പോലെയുള്ളവർ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നത് പ്രസ്ഥാനത്തിനും താങ്കൾക്കും നല്ലത്. അല്ലെങ്കിൽ ഇന്നലത്തെ തലമുറകൾ പലതും പൊക്കിക്കൊണ്ടുവന്ന് നാറ്റിച്ച് കളയും. സഹിക്കുന്നതിന് അവർക്കും ഒരു പരിധി ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചു എന്ന് സൂര്യനെല്ലിയിലെ പെൺകുട്ടിയെ ഡാഷ് ചെയ്ത ചെറ്റ എന്ന് പാർട്ടിയുടെ ചണ്ടി കൂടി ഊറ്റിക്കുടിച്ച് ഏമ്പക്കം വിട്ടയാളുടെ നിർവാണം. സൂര്യനെല്ലിയിൽ എന്തോ ഒരു വിഷയമുണ്ടായിരുന്നു. അതിപ്പോൾ എന്തായി? അവോയ്ഡ് ദിസ് ഓൾഡ് ജെന്റിൽമാൻ. 70 above സിറ്റ് ഓൺ ദ ബാൽക്കണി. ബിസ്ക്കറ്റ്സ് രാജനെ ഓർമ്മ ഉണ്ടോ? He will contest as independent candidate and win. He has absolutely no moral or ethical eligibility to make such comments, having forgotten the Suryanelli case. രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടാവും. രാഹുൽ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ പാലക്കാട് സീറ്റ് അദ്ദേഹത്തിന് നൽകിയത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും ജനസമ്മതിയുള്ള രാഷ്ട്രീയക്കാരൻ രാഹുൽ തന്നെയാണ്. തികച്ചും മാനുഷികമായ ഒരു തെറ്റ് അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരന് വന്നെങ്കിൽ അത് ക്ഷമിക്കപ്പെടാവുന്നതും പൊറുക്കപ്പെടാവുന്നതും മാത്രം. സൂര്യനെല്ലി സിംഗം ഇനി വിശ്രമിക്കട്ടെ. താങ്കളുടെ പാദസേവകരല്ലാത്ത കഴിവുള്ള നേതാക്കളെയെല്ലാം വെട്ടി ഒതുക്കി പത്തനംതിട്ടയിലെ പാർട്ടി ഒരു പരുവമാക്കി. ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരെ ഇതായിരുന്നു സ്ഥിതി. അങ്ങനെ തള്ളിക്കയറ്റിയവരെല്ലാം തോറ്റു. തിരുവല്ലയിൽ നിന്നവരെ എല്ലാം കാരുവലി തോൽപ്പിച്ചു. ഈ പ്രായത്തിനുള്ളിൽ അനുഭവിക്കാവുന്ന സ്ഥാനമാനങ്ങളെല്ലാം വഹിച്ചു. ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കി വീട്ടിലിരിക്കാൻ നോക്ക്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സൂര്യനെല്ലി പീഡനത്തിലെ കുര്യാച്ചനെ പോലെയുള്ള യുവാക്കളെ പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റിയാൽ ഇതല്ല ഇതിനപ്പുറവും പറയും. ആരാണ് ഇയാൾ? ഈ വല്യപ്പൻ ഇപ്പോഴും പ്രശ്നക്കാരനോ? സൂര്യനെല്ലി നാടിന് ഒരു ഉപകാരവുമില്ലാത്ത ഹീസ് ദ പ്രോപ്പർ ഒക്ടോജനേറിയൻ. മുതിർന്ന നേതാക്കളെ മത്സരരംഗത്ത് ഇറക്കും എന്ന് കേട്ടപ്പോൾ ചത്തിട്ടില്ല എന്നറിയിക്കുവാനുള്ള ഒരു പാഴ്ശ്രമം. കുര്യച്ചൻ വായ്പൂട്ട്. അതെന്തോ സമ്മർദ്ദം കൊണ്ട് മനഃപൂർവ്വം പറയുന്ന പോലുണ്ടല്ലോ. പ്രസ്ഥാനത്തോട് കൂറും പ്രതികരണശേഷിയുമുള്ള രാഹുലിനെ ഇടിച്ചു താഴ്ത്തേണ്ടുന്ന കാര്യം കുര്യനില്ല. നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, ചുമ്മാതിരി. ഇവനെപ്പോലെയുള്ള മുതുക്കെണ്ടയാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്. എടുത്ത് കുഴിയിൽ കളയേണ്ട സമയം കളഞ്ഞു. ഇത് പറയുവാൻ താൻ ആരോടു? പ്രായം ഒത്തിരിയൊക്കെ ആയില്ലേ? ചിലയ്ക്കാതെ എവിടെയെങ്കിലും ഒതുങ്ങി കഴിയൂ. കൂടുതൽ അഭിപ്രായമൊന്നും ഇങ്ങോട്ട് വേണ്ട. 5 പൈസയ്ക്ക് വിലയില്ലാത്ത മനുഷ്യൻ. സൂര്യനെല്ലി മറന്നുപോയോ കുര്യ? സൂര്യനെല്ലി പോസ്കോ കേസ് പ്രതിയാണ് ഉപദേശം കൊടുക്കുന്നത്. സാറിൻ്റെ പഴയ കേസൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. രാഹുൽ എത്രയോ ഭേദം.
കടൽക്കിഴവനായ തൻ്റെ വാക്കിൻ്റെ വില കോൺഗ്രസ് പ്രവർത്തകർ അവജ്ഞയോടെ തള്ളിക്കളയും. പറയുന്നത് ആരെന്നറിയാമോ? സൂര്യനെല്ലി നീന്തി കടന്ന പുണ്യവാനാണേ കട്ടായം. കോൺഗ്രസിൻ്റെ അന്തകരിൽ ഒരാളായിട്ട് വരും ഈ കിളവൻ. ഓരോ അപരാധങ്ങൾ തലപൊക്കാൻ തുടങ്ങി. ഈ നാറി കാരണമാണ് പത്തനംതിട്ട, തിരുവല്ല ഒക്കെ കഴിഞ്ഞ തവണ അടുത്ത സ്വന്തം പഞ്ചായത്ത് നേരെയാക്കാൻ കഴിയാത്ത കൂടുതൽ പറയിപ്പിക്കാതെ ഏതെങ്കിലും മൂലക്കിരുന്നു. കുര്യനെന്ന് പറയുന്ന യഥാർത്ഥ പെണ്ണുപിടിയൻ്റെ കഥകൾ നാട്ടിൽ എല്ലാവർക്കും അറിയാം. എങ്ങനെയാ രക്ഷപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? സുകുമാരൻ നായർക്കും പണത്തിനും നന്ദി പറഞ്ഞ് ജീവിക്കുക. ഇത് പറയുവാൻ ഏറ്റവും യോഗ്യൻ കുര്യാച്ചൻ തന്നെയാണ്. ലെറ്റ്സ് രാഹുൽ സ്റ്റാൻഡ് ആൻ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ഇഫ് കോൺഗ്രസ് നോട്ട് ഗിവിംഗ് ചാൻസ്. മറവി ബാധിച്ചോ? സൂര്യനെല്ലി ഓർമ്മയില്ലേ? ഇയാളുടെ അപ്പൻ കല്ലറ പൊട്ടിച്ച് ഉയർത്തെഴുന്നേക്കും. എന്തോ നേർച്ച ഉണ്ടെന്ന് തോന്നുന്നു. രാഹുൽ ഇവിടെ മത്സരിച്ചാലും MLA. നാട്ടിലിപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉണ്ടോ? എവിടെ പോയി സമരം? തന്നെ നിൽക്കുവാൻ വയ്യാത്ത ഒരു പയ്യനെ പിടിച്ചാക്കിയിട്ട് എന്തായി ഇപ്പോൾ? ഇറ്റ്സ് ഹിസ് പേഴ്സണൽ ലൈഫ് ആൻഡ് സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ ട്രൂത്ത്. നേതാക്കളായ സുധാകരൻ, മുല്ലപ്പള്ളി, കുര്യൻ രമേശ്, VD, ഹസൻ, സണ്ണി ഇവരൊക്കെ റെസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. UDF നീഡ്സ് 2G, ലേൺ ഫ്രം LDF ആൻഡ് BJP. ഉപദേശം കൊള്ളാം കുര്യൻ സാറേ, പക്ഷേ തൻ്റെ ഡാഷ് കണ്ടം വഴി ഓടിക്കൂ. അസൂയ മൂത്ത മുത്തപ്പൻ. സീറ്റ് കിട്ടത്തില്ല എന്നറിഞ്ഞ് പതിയെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുര്യൻ സാറെ ഇനിയെങ്കിലും ശരിക്ക് വിശ്രമിക്കുക. പത്തനംതിട്ടയിലെ യുവനേതൃത്വം കോൺഗ്രസിനെ പുനർജീവിപ്പിക്കുന്ന ഈ അവസരത്തിൽ കലക്കവെള്ളത്തിൽ നഞ്ചു കലക്കുന്ന പടുതോട് മഹാൻ. സാറേ ബഹുമാനം കൊണ്ട് ചോദിക്കുക, ഒന്നും മിണ്ടാതിരുന്നു കൂടെ? ആരെങ്കിലും ചോദിച്ചാൽ മാത്രം പൊതുകാര്യങ്ങളെ അഭിപ്രായം പറയുക. വീട്ടുകാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും അയക്കൂ. അതിനെ എങ്ങനെ പ്രതികരിക്കണമെന്ന് വീട്ടുകാർ തീരുമാനിക്കും എന്നറിയാമല്ലോ. പിന്നെ ഈ പ്രായത്തിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് ആരെക്കൊണ്ടും പൂർവാശ്രമം അന്വേഷിപ്പിക്കരുതേ. ഒരു വിളിപ്പേര് കേട്ടിട്ടുണ്ട്, പിന്നെ മറ്റു പലതും. പറയുവാൻ ഏറ്റവും അർഹതയുള്ള വ്യക്തി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടാണ്. എന്തൊരു ആദർശധീരൻ എന്ന് നേഴ്സ് കുര്യൻ എന്ന് വിളിപ്പേരുള്ള മഹാൻ. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ? വളർന്നു വരുന്ന യുവതലമുറയെ നശിപ്പിക്കരുത്. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി വിശ്രമജീവിതം നയിക്കുക. രാഹുലിന് പകരം BJ കുര്യൻ മത്സരിക്കും. ഒന്ന് പോടാന്നറിയും. ശ്രീ കുര്യൻ ഇത് പറയുവാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? രണ്ടുപേരും ഒരേ വെള്ളത്തിൽ യാത്ര ചെയ്തവർ. ഒന്നുമല്ലെങ്കിൽ രാഹുൽ കല്യാണം പോലും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇങ്ങനെയുള്ള ഏടാകുടത്തിൽ ചെന്ന് ചാടുമ്പോൾ കുര്യനോ കുടുംബവും കുട്ടികളും ഉള്ളപ്പോൾ മിസ്റ്റർ കുര്യ പല്ലട കുത്തി മണപ്പിക്കല്ലേ. പാലക്കാട് സീറ്റ് PJ കുര്യൻ സാറിന് കൊടുക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം വാർഡിൽ പോലും UDFന് 4 വോട്ട് വാങ്ങി കൊടുക്കുവാൻ കഴിവില്ലാത്ത ആളാണ് 10,000ങ്ങളുടെ സപ്പോർട്ടുള്ള രാഹുലിനെതിരെ പറയുന്നത്. ചാണ്ടി ഉമ്മൻ സാറിനെ ഇല്ലാ കഥകൾ പറഞ്ഞ് കൊല്ലാക്കൊല ചെയ്തപ്പോഴും വലിയൊരു വിഭാഗം സീനിയർ നേതാക്കൾ ഉമ്മൻചാണ്ടി സാറിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അന്നും ഉമ്മൻചാണ്ടിയെയും പാർട്ടിയെയും സംരക്ഷിക്കുവാൻ പോരാടിയത് രാഹുലിനെ പോലെയുള്ള യുവാക്കളായിരുന്നു. അതുകൊണ്ട് സീനിയർ നേതാക്കന്മാർ കഴിയുമെങ്കിൽ സ്വന്തം വാർഡിൽ UDFന് 4 വോട്ടെങ്കിലും വാങ്ങിയെടുക്കാൻ നോക്ക്. നിങ്ങളുടെ അഭിപ്രായം തൽക്കാലം സാധാരണ പാർട്ടി അണികൾക്ക് കേൾക്കുവാൻ മനസ്സില്ല. എല്ലായിടത്തും ഒതുങ്ങിക്കഴിഞ്ഞോണം. കൂടുതൽ തടുക്കുവാൻ പോരണ്ട. താനൊക്കെ എവിടെയായിരുന്നു? എന്നാൽ താങ്കൾക്ക് ആ സീറ്റ് തന്നാലോ? അൽഷിമേഴ്സ് ബാധിച്ച് യാതൊരു ബോധവുമില്ലാതിരിക്കുന്ന ഇവനെയൊക്കെ ഇപ്പോഴും ജില്ലാ നേതൃത്വത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കാരുടെ അവസ്ഥ എന്തു പറയാൻ? കഷ്ടം തന്നെ. ഇയാൾ രംഗത്തില്ലായിരുന്നതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് കുറേ സീറ്റ് കിട്ടി. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. തിരുവല്ല ഉൾപ്പെടെ പത്തനംതിട്ട ജില്ലയിൽ 0 ആയത് ഇയാൾ കാരണമാണ്. ഒരു പ്രധാന നേതാവ് പാർട്ടി വിട്ടതും ഇയാളെ സഹിക്കാൻ കഴിയാതെയാണ്. സൂര്യനെല്ലിയിൽ നാറിയ ശേഷവും തിരുവല്ലക്കാരനായ ഇയാളെ ഇടുക്കിയിൽ മത്സരിപ്പിച്ചത് മറന്നോ? ഇടുക്കിക്കാരനായ ഞങ്ങൾ നാറികളായത് മിച്ചം. ഈ അഭിപ്രായം കുര്യൻ സാർ തന്നെ പറയണം. പഴയ സൂര്യനെല്ലി ജനം മറന്നിട്ടില്ല. അനിൽ പലയിൽ പത്തനംതിട്ട ജില്ലയുടെ തലമുതിർന്ന നേതാവായിരുന്ന വ്യക്തി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടിയെ നശിപ്പിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളിൽ പാർട്ടി നേതൃത്വം ഉടനെ നടപടി സ്വീകരിക്കണം എന്നാണ് യഥാർത്ഥ പാർട്ടി സ്നേഹികളുടെ ആവശ്യം. ഇപ്പോഴും പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള കമ്മിറ്റിയിൽ അംഗമായ ഇദ്ദേഹത്തിൻ്റെ കൂറ് മറ്റു പാർട്ടികളിലാണ്. ഇത് പാർട്ടി നേതൃത്വം മനസ്സിലാക്കണം. UDFന്റെ തറവാടായിരുന്ന ജില്ലയെ നശിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ പാരവെപ്പ് കൊണ്ട് മാത്രമാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിൻ്റെ ശോഭ കെടുത്തുവാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. രാഹുൽ വിഷയം രംഗത്ത് വരുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഈ നേതാവ് രംഗത്ത് വന്നിരുന്നു. അതിനുശേഷമാണ് ആരോപണങ്ങൾ വന്നതും. ഇതും സംശയത്തിന് ഇട നൽകുന്നു. ഇദ്ദേഹത്തെ താങ്ങി നടക്കാത്തവരെ ഒതുക്കുക എന്നത് ഒരു വിനോദമായി കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. അരനൂറ്റാണ്ട് പാർട്ടിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച ഈ പഴയ നേതാവ് എന്ത് ത്യാഗങ്ങളാണ് ചെയ്തിട്ടുള്ളത്? എടുത്തു പറയാവുന്ന ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ അധികാരത്തിൻ്റെ നാഴ്വഴിയിൽ ചെയ്തിട്ടുണ്ടോ? ഇന്നും പല വേദികളിൽ ഇദ്ദേഹത്തെ കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. ഇദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളിൽ പാർട്ടി എന്തെങ്കിലും നടപടിയെടുത്തിരുന്നോ എന്ന് ചിന്തിക്കണം. ചില സമുദായ സംഘടനകളുടെ ഓഫീസുകൾ കയറിയിറങ്ങി ഫോട്ടോ പ്രദർശിപ്പിച്ച് പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ചില കലാപരിപാടികൾ മാത്രമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹോബി. രാഹുലിൻ്റെ
ജനപിന്തുണയുടെ അടുത്തെങ്ങാനും നിൽക്കുവാനുള്ള കഴിവ് ഈ മാന്യദേഹത്തിനുണ്ടോ? ഇനിയെങ്കിലും ഈ പാരവയ്പ് പ്രവർത്തനത്തിൽ നിന്നും പഴയ നേതാവിനെ മാറ്റി നിർത്തണം. ആർക്ക് സീറ്റ് നൽകണം എന്ന് പറയുവാൻ ഇയാൾ ആരാണ്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.